ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. സഹകാരി റൈസ് പ്ലസിന്റെ ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിലേക്ക്. സുഹൃത്തുക്കളെ, വിജയത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ വാഹനത്തിന്റെ ചക്രങ്ങൾ ആത്മവിശ്വാസവും കഠിനാധ്വാനവും നിറഞ്ഞതായിരിക്കണം. കൃത്യമായി പറഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിന്റെ ചക്രങ്ങൾ കഠിനാധ്വാനവും അതിന്റെ ഇന്ധനം ആത്മവിശ്വാസവുമായിരിക്കണം. അങ്ങനെ വാഹനത്തിന്റെ ചക്രങ്ങൾ കഠിനാധ്വാനമാക്കിക്കൊണ്ട് ഇന്ധനം ആത്മവിശ്വാസം ആക്കിക്കൊണ്ട് ആണ് നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയെങ്കിൽ വിജയത്തിലേക്ക് വേഗത്തിൽ എത്തിച്ചേരുന്നതിന് ഇതിലും മെച്ചപ്പെട്ടൊരു വാഹനം കണ്ടുപിടിച്ചിട്ടില്ല തന്നെയാണ്. അതുകൊണ്ട് ആത്മവിശ്വാസത്തോടെ കഠിനാധ്വാനത്തോടെ വിജയത്തിലേക്കുള്ള നിങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുക. സഹകാരി റൈസ് പ്ലസിന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. ഇന്ന് ഒരു കുഞ്ഞു ടോപ്പിക്കാണ്. കുഞ്ഞു ടോപ്പിക് എന്ന് പറഞ്ഞാൽ വളരെ വേഗം ഈ ക്ലാസ് കഴിയും എന്നർത്ഥം. കാരണം അത്രമാത്രമേ ഇവിടെ പറയാനുള്ളൂ. കേരള സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട്, കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അതിലേക്കൊന്ന് കടക്കാം. പതിവ് പോലെ ക്ലാസിന്റെ ആദ്യം നമ്മൾ ഈ ഭാഗത്ത് നിന്ന് ഈ അടുത്ത കാലത്ത് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചില പ്രീവിയസ് ചോദ്യങ്ങൾ പരിചയപ്പെട്ടതിന് ശേഷം ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. നോക്കാം നമുക്ക് പ്രീവിയസ് ചോദ്യങ്ങള്. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഇതിലെ ശരി പ്രസ്താവന ഏത് എന്നാണ്. ഇത് പ്രസ്താവന രീതിയിലുള്ള ചോദ്യമാണ്. സംസ്ഥാന ഗവൺമെന്റ് ആണ് സംസ്ഥാന സാമ്പത്തിക കമ്മീഷനെ നിയമിക്കുന്നത്. സംസ്ഥാനത്തെ സാമ്പത്തിക ധനകാര്യ കമ്മീഷൻ നിയമിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് എന്നാണ് പറയുന്നത്. ശരിയോ തെറ്റോ കണ്ടെത്താൻ ശ്രമിക്കുക. കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ ക്ഷമയോടെ കാത്തിരിക്കുക. രണ്ടാമത്തെ, സംസ്ഥാന സാമ്പത്തിക കമ്മീഷന്റെ കാലാവധി 4 വർഷമാണ്. നിങ്ങൾ ഈ ധനകാര്യ കമ്മീഷൻ എന്നൊക്കെ എപ്പോഴും പഠിച്ചുകൊണ്ടിരുന്നിട്ട് സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ എന്ന് പറയുമ്പോൾ സംശയം തോന്നരുത്, രണ്ടും ഒന്ന് തന്നെയാണ്. സംസ്ഥാന സാമ്പത്തിക കമ്മീഷന്റെ കാലാവധി 4 വർഷമാണ്. ശരിയോ തെറ്റോ? തദ്ദേശ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക നില പരിശോധിക്കുന്നത് സംസ്ഥാന സാമ്പത്തിക കമ്മീഷനാണ്. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റീസ്, കോർപ്പറേഷൻ, അല്ലെ? ഇതിന്റെയൊക്കെ സാമ്പത്തിക നില പരിശോധിക്കുന്നതാണ് സാമ്പത്തിക ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത്. ശരിയോ തെറ്റോ കണ്ടെത്താൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ ക്ലാസ് വളരെ ശ്രദ്ധാപൂർവം കേൾക്കുക. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവനകൾ ഏവ? ശരിയായ പ്രസ്താവന എന്നർത്ഥം. 1. ഭരണഘടനയുടെയും പഞ്ചായത്ത് രാജ് ആക്ടിന്റെയും അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്ത് ശുപാർശകൾ സമർപ്പിക്കാൻ നിയുക്തമായതാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. ശ്രദ്ധിക്കുക പോയിന്റ്. ഭരണഘടനയുടെയും പഞ്ചായത്ത് രാജ് ആക്ടിന്റെയും അടിസ്ഥാനത്തില് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്ത് ശുപാർശകൾ സമർപ്പിക്കാൻ നിയുക്തമായതാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. 2. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് സംസ്ഥാന ഗവൺമെന്റ് ആണ്. ഇവിടെ പറയുന്നു ഗവർണറാണ്. അപ്പൊ ഏതോ ഒന്ന് തെറ്റും ഏതോ ഒന്ന് ശരിയും ഓർമ്മിച്ചോളുക. 3 നോക്കൂ. ഭരണഘടനയുടെ 42ാം ഭേദഗതി പ്രകാരമാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത്. ശരിയോ തെറ്റോ എന്ന് നമുക്ക് കണ്ടെത്താം. ഭരണഘടനയുടെ 42ാം ഭേദഗതി പ്രകാരമാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത്. നമുക്ക് നോക്കാം ശരിയാണോ തെറ്റാണോ എന്ന്. അടുത്ത് നോക്കൂ. കേരള സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ, കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ രൂപം കൊണ്ട ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? പേരായിട്ട് തന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ പേരായിട്ട് തന്നത്? പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഇത് ഏതോ ഒരു പേരാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഒന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ തുടങ്ങുന്ന തന്നെ അതാണ്. ഈ ക്ലാസ് തുടങ്ങുന്ന തന്നെ ആ ചോദ്യത്തിന്റെ ഉത്തരമാണ്.
നോക്കൂ, കേരള പഞ്ചായത്ത് രാജ് ആക്ട് 1994 അടിസ്ഥാനത്തിലാണ് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ രൂപീകരിച്ചത്. കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ചെയർമാൻ ഉൾപ്പെടെ 3-ൽ കൂടാത്ത അംഗങ്ങളാണ് കമ്മീഷനുള്ളത്. കമ്മീഷനിലെ ഒരംഗത്തിനും വീണ്ടും നിയമനത്തിന് അർഹതയില്ല. പഞ്ചായത്തുകളുടെ സാമ്പത്തിക സ്ഥിതി കമ്മീഷൻ അവലോകനം ചെയ്യുന്നു. ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റ് എന്ന് നമുക്ക് കണ്ടെത്താം. ചോദ്യങ്ങൾ അങ്ങനെ നിൽക്കട്ടെ. നമ്മുടെ കോർ ഏരിയയിലേക്ക് നമുക്ക് കടക്കാം, നമ്മളെ എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം. എന്താണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ അഥവാ സാമ്പത്തിക കമ്മീഷൻ എന്ന് പറയുന്നത്? ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ മാൻഡേറ്റ്സ്, ശ്രദ്ധിക്കണേ, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ മാൻഡേറ്റ്സ് ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ സിംഗിൾ, നോക്കൂ ശ്രദ്ധിക്കണം, a single finance commission that serves both panchayats and municipalities. ഇവിടെ ആദ്യമേ നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മുടെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി 2 സെക്ഷൻ ഉണ്ടല്ലോ. ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡീസിൽ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റീസും. മുനിസിപ്പാലിറ്റീസ് മീൻസ് മുനിസിപ്പാലിറ്റീസ് ആൻഡ് കോർപ്പറേഷൻ. അങ്ങനെ 2 സെക്ഷൻ ഉണ്ടല്ലോ. അപ്പോ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത് ഈ 2 വിഭാഗം സ്ഥാപനങ്ങളുടെയും എന്ന് പറഞ്ഞാൽ പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നോക്കൂ, ഭരണഘടനയിൽ പറയുന്ന ഇത് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരാം, നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ആർട്ടിക്കിൾ 243I പറയുന്നത്, പാർട്ട് 9 പറയുന്നത്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ടു റിവ്യൂ ദി ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി പഞ്ചായത്ത്. പഞ്ചായത്തുകളുടെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്യുന്നതിന് വേണ്ടി ഒരു സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ആവശ്യമാണെന്ന് ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 243I പാർട്ട് 9. എന്താണ് പാർട്ട് 9 എന്നൊക്കെ പറഞ്ഞ? പഞ്ചായത്തി രാജ്. അപ്പൊ ശരിക്കും പറഞ്ഞാല് പഞ്ചായത്തി രാജ് ആക്ടിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. പഞ്ചായത്തി രാജ് ആക്ട് പാസ്സാക്കിയതിൽ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ആ പഞ്ചായത്ത് രാജ് ആക്ടില് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ 243I പ്രകാരം, പാർട്ട് 9 243I പ്രകാരം എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ടു റിവ്യൂ ദി ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി പഞ്ചായത്ത്. എന്നിട്ട് അതേ കാര്യം തന്നെയാണ് മുനിസിപ്പാലിറ്റീസ് ആക്ടിലും പറയുന്നത്. മുനിസിപ്പാലിറ്റീസ് ആക്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, മുനിസിപ്പാലിറ്റീസ് ഉൾപ്പെടുന്നത് 9A 9A 243Y, ഇത് 243I. 243Y പറയുന്നു എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ടു റിവ്യൂ ദി ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി മുനിസിപ്പാലിറ്റി. ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് പഞ്ചായത്തുകളുടെ ധനസ്ഥിതി പഠിക്കുന്നതിന് വേണ്ടിയിട്ട്, അവലോകനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ധനകാര്യ കമ്മീഷൻ, സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ആവശ്യമാണെന്ന് ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 243I പറയുന്നു, പാർട്ട് 9. ഇനി പാർട്ട് 9A പറയുന്നത്, അതിലെ 243Y ആർട്ടിക്കിളിൽ പറയുന്നത് മുനിസിപ്പാലിറ്റീസിന്റെ ധനസ്ഥിതി പഠിച്ച് ശുപാർശ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ധനകാര്യ കമ്മീഷൻ നിയമിക്കണമെന്ന് പറയുന്നു സംസ്ഥാന തലത്തില്. എന്നാൽ ആക്ച്വലി 2 ധനകാര്യ കമ്മീഷൻ ഉണ്ടോ നമുക്ക് സംസ്ഥാന തലത്തിൽ? ഇല്ല. ഇതിനെ രണ്ടും കൂടെ ചേർന്ന് ഒരു സംയുക്ത സംസ്ഥാന ധനകാര്യ കമ്മീഷനാണ് നമ്മളിപ്പോ നിയമിച്ചിട്ടുള്ളത്. അതാണ് ഇവിടെ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യ മാൻഡേറ്റ്സ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സിംഗിൾ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ദാറ്റ് സെർവ്സ് ബോത്ത് പഞ്ചായത്ത് ആൻഡ് മുനിസിപ്പാലിറ്റീസ്. അതുകൊണ്ട് അതിന് നമ്മൾ ആദ്യം പറഞ്ഞ ആർട്ടിക്കിൾ തന്നെയാണ് പരീക്ഷകൾക്കൊക്കെ ചോദിക്കുന്നത്. ആർട്ടിക്കിൾ റിലേറ്റിംഗ് ടു ദി സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് പറയാം ആർട്ടിക്കിൾ 243I ആൻഡ് 243Y എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഇത് 2 പ്രകാരം. പക്ഷേ കോമൺ ആയിട്ട് ഒറ്റ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ഉള്ളത് കൊണ്ട് ആദ്യത്തെ ആർട്ടിക്കിളാണ് പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്നത്. അപ്പൊ ഇന്ത്യയില്
നമ്മുടെ സംസ്ഥാനത്ത് കേരളത്തില് ധനകാര്യ കമ്മീഷൻ, കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരം എന്ന് വെച്ചാൽ 243I എന്ന് പറയുന്നതിൽ തെറ്റില്ല. കാരണം കോമൺ ആയിട്ട് ഒരു ധനകാര്യ കമ്മീഷൻ ഉള്ളൂ, അത് പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെടുത്തി പറയുന്നതിൽ ഒരു തെറ്റുമില്ല. ഇനി സ്പെസിഫിക് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ സ്പെയർ ആയിട്ട് നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടതാണല്ലോ, 243I ആൻഡ് 243Y പ്രകാരമാണ് നമ്മുടെ സംസ്ഥാനത്ത് കേരളത്തിൽ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ നിലവിൽ എന്ന് പറയുന്നതിൽ തെറ്റില്ല. പക്ഷെ നമുക്കുള്ളത് ഇപ്പൊ ഒരു കോമൺ ആയിട്ടാണ്. എന്താണ് ഈ ധനകാര്യ കമ്മീഷൻ, സംസ്ഥാനത്ത് ധനകാര്യ കമ്മീഷൻ എന്ന് പറയുമ്പോൾ അതായത് ഭരണഘടനയുടെയും ഭരണഘടനയിലെയും പഞ്ചായത്ത് രാജ് ആക്ടിന്റെയും വ്യവസ്ഥകൾ പ്രകാരമാണ് ഇത്തരത്തിലുള്ളൊരു കമ്മീഷന് നമ്മൾ രൂപം നൽകിയത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി ശ്രദ്ധിക്കുക, ഇറ്റ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. നമ്മൾ നാഷണൽ കമ്മീഷൻ പഠിച്ചതുപോലെ തന്നെ പറയുക, ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, ഭരണഘടനാ സ്ഥാപനമാണ്. അതുകൊണ്ടാണല്ലോ ഭരണഘടനയിലെ ആർട്ടിക്കിൾ നമ്മൾ പറഞ്ഞത്, പാർട്ട് പറഞ്ഞത്. അപ്പം തീർച്ചയായിട്ടും ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ്, അപ്പോയിന്റഡ് ബൈ ദി ഗവർണർ. അപ്പോൾ ശ്രദ്ധിക്കണം, സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ഈസ് അപ്പോയിന്റഡ് ബൈ ദി ഗവർണർ ഓഫ് ദി സ്റ്റേറ്റ്. സെൻട്രൽ ഫിനാൻസ് കമ്മീഷൻ ഈസ് അപ്പോയിന്റഡ് ബൈ ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ധനകാര്യ കമ്മീഷൻ നിയമിക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടനാ തലവനാണെങ്കിൽ, കേരള സംസ്ഥാനത്ത് ധനകാര്യ കമ്മീഷൻ നിയമിക്കുന്നത് കേരള സംസ്ഥാനത്തിന്റെ ഭരണഘടനാ തലവനായ ഗവർണറാണ്. കാലാവധി അവിടെ പഠിച്ചത് തന്നെയാണ് ഇവിടെയും, ടേം 5 years. That means governor appoints ഫിനാൻസ് കമ്മീഷൻ ഓഫ് ദി സ്റ്റേറ്റ് എവറി 5 year എന്നർത്ഥം. ഓരോ 5 വർഷം കൂടുന്തോറും സംസ്ഥാനത്ത് ഒരു ധനകാര്യ കമ്മീഷൻ നിയമിക്കുന്നു. അതുകൊണ്ട് അതിന്റെ പീരീഡ് 5 വർഷം. ഇനി നോക്കൂ, നമ്പർ ഓഫ് മെമ്പേഴ്സ്, എ ചെയർപേഴ്സൺ ആൻഡ് 2 members. ഇത് കീ മെമ്പേഴ്സിന്റെ കാര്യമാണ് പറയുന്നത്. ഇത് അല്ലാതെ ഇനി ഇതിനകത്ത് അഡ്വൈസർ, സെക്രട്ടറി തുടങ്ങി ഒരു 5ഓളം അംഗങ്ങൾ ഉണ്ടാകും. പക്ഷെ കീ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരു ചെയർപേഴ്സണും 2 മെമ്പേഴ്സും ചേർന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട അംഗങ്ങൾ എന്ന് പറയുന്നത്. നോക്കൂ, പ്രൈമറി ഫംഗ്ഷൻ, നമ്മുടെ സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ പ്രൈമറി ഫംഗ്ഷൻ, പ്രാഥമികമായ ഫംഗ്ഷൻ എന്താണ് നമുക്കൊന്ന് പരിശോധിക്കാം. നിങ്ങൾ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ പഠിച്ചത് മനസ്സിൽ കൊണ്ടുവരിക. ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ഡിഫൈൻ ദി ഫിനാൻഷ്യൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് എന്നല്ലേ പഠിച്ചത്? അതിനൊന്ന് മാറ്റി പറയൂടെ. സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ഡിഫൈൻസ് ദി ഫിനാൻഷ്യൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ സെൽ ഗവൺമെന്റ് ബോഡീസ്. സംസ്ഥാനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം വ്യക്തമാക്കുന്നു സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം വ്യക്തമാക്കുന്നു കേന്ദ്ര ധനകാര്യ കമ്മീഷൻ. അത്രയേ ഉള്ളൂ. ഇനി നോക്കാം. The primary function of state finance commission is to review financial health of state level local bodies, പഞ്ചായത്ത് ആൻഡ് മുനിസിപ്പാലിറ്റീസ്. നോക്കൂ, നമ്മുടെ സംസ്ഥാനത്തിനുള്ളിലെ പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും ഫിനാൻഷ്യൽ ഹെൽത്ത്, സാമ്പത്തിക ആരോഗ്യം എന്ന് പറഞ്ഞ സാമ്പത്തിക അവസ്ഥ, പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും സാമ്പത്തിക ആരോഗ്യം ചെക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സാമ്പത്തിക അവസ്ഥ അവലോകനം ചെയ്യുന്നു. ആൻഡ് റെക്കമെൻഡ് ഫെയർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്റ്റേറ്റ് റവന്യൂ, ഗ്രാൻസ് ആൻഡ് ടാക്സസ് ബിറ്റ്വീൻ ദി സ്റ്റേറ്റ് ആൻഡ് ദീസ് ലോക്കൽ ഗവൺമെന്റ്. സംസ്ഥാനം നമ്മൾ നേരത്തെ പഠിച്ചതിന്റെ കറക്റ്റ് ഡിറ്റോ. നമ്മൾ അവിടെ പഠിച്ചത് കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനങ്ങളിലേക്ക് ഗ്രാന്റുകളും എയ്ഡുകളും ഒക്കെ ഇങ്ങനെ വിതരണം ചെയ്യുന്ന, നികുതി വിതരണം ചെയ്യുന്ന, അതിനുവേണ്ടി ശുപാർശ ചെയ്യുന്ന സ്ഥാപനമാണ് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ. എങ്കിൽ ഇവിടെ സംസ്ഥാനത്തെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന്, സംസ്ഥാന ഖജനാവിൽ നിന്ന് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് റവന്യൂ, ഗ്രാന്റ്, ടാക്സ് ഇതൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ശുപാർശ ചെയ്യുന്ന കമ്മീഷനാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. അത് തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. അത്രേ ഉള്ളൂ. നോക്കൂ, കറണ്ട് ഫിനാൻസ് കമ്മീഷൻ ഇൻ കേരളത്തിന്റെ നിലവിലെ ഫിനാൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ 7th ഫിനാൻസ് കമ്മീഷനാണ്.
7 നമ്മൾ ഇന്ത്യയിലെ 16ാമത് ധനകാര്യ കമ്മീഷനാണ് നിലവിലുള്ളതെങ്കിൽ കേരളത്തില് 7ാം ധനകാര്യ കമ്മീഷനാണ് നിലവിലുള്ളത്. ചെയർമാൻ 7ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ഡോക്ടർ KN ഹരിലാൽ. ഇത് മറക്കരുത്. പ്രസന്റ് ചെയർമാൻ ഓഫ് കേരള സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ. കേരളത്തിന്റെ ധനകാര്യ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആയിരുന്നു. ചെയർമാൻ ഓഫ് 7th കേരള ഫിനാൻഷ്യൽ കമ്മീഷൻ, ഫിനാൻസ് കമ്മീഷൻ അല്ലെങ്കിൽ 7th ഫിനാൻസ് കമ്മീഷൻ ഓഫ് കേരള എന്ന് ചോദിച്ചാൽ ഡോക്ടർ KN ഹരിലാൽ ആണ്. ഇനി അതിന്റെ കീ മെമ്പേഴ്സ് ഓഫ് 7th ഫിനാൻസ് കമ്മീഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ അതിന്റെ കീ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഫിനാൻസ് സെക്രട്ടറി ആയ KR ജ്യോതിലാൽ ആണ് ഒരാള്. ഇനി അതിന്റെ സെക്രട്ടറി എന്ന് പറയുന്നത് അനിൽ പ്രസാദ് ആണ്. ഈ 2 പേരും ഓർമ്മിച്ചു കൊടുക്കുക. KR ജ്യോതിലാൽ ഫിനാൻസ് സെക്രട്ടറി, അനിൽ പ്രസാദ് കമ്മീഷന്റെ സെക്രട്ടറി ആയി പ്രവർത്തിക്കുന്ന ആള്. പിന്നെ ആരാണ്? ഡോക്ടർ KN ഹരിലാല് ഇതിന്റെ ചെയർമാനായി പ്രവർത്തിക്കുന്നു. ക്ലിയർ അല്ലേ? ഇനി ഫങ്ഷൻസ് ഓഫ് കേരള സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ. അപ്പൊ കേരള സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ അതിന്റെ ധർമ്മങ്ങൾ നമുക്കൊന്ന് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാം. നോക്കൂ, ആക്സസസ് ദി ഫിസ്ക്കൽ ഹെൽത്ത് ഓഫ് പഞ്ചായത്ത് ആൻഡ് മുനിസിപ്പാലിറ്റി. നേരത്തെ നമ്മൾ പറഞ്ഞാണ് എന്ത് അസസ് ചെയ്യുന്നത്? അക്സസ് എന്നല്ല, അസസ്. എന്ത് അസസ് ചെയ്താണ് ഇതിന്റെ ജോലി? ഫിസിക്കൽ ഹെൽത്ത് ഓഫ് പഞ്ചായത്ത് ആൻഡ് മുനിസിപ്പാലിറ്റി. പഞ്ചായത്തിന്റെയും മുനിസിപ്പാലിറ്റികളുടെയും സാമ്പത്തിക ആരോഗ്യം അവലോകനം ചെയ്യുന്നു, അസസ് ചെയ്യുന്നു. ഇറ്റ് അസസസ് ദി ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ഫിസിക്കൽ ഹെൽത്ത് ഓഫ് പഞ്ചായത്ത് ആൻഡ് മുനിസിപ്പാലിറ്റി. പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റിയുടെയും ധനപരമായിട്ടുള്ള ആരോഗ്യം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്യുന്നു. ഒരു പ്രധാനപ്പെട്ട ജോലിയാണ്. Recommends the distribution of net proceeds from state tax, duties, tolls and fees between state and local bodies. രണ്ടാമത്തെ നോക്കൂ, നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞതുപോലെ തന്നെയാണ്. Recommends the distribution of net proceeds, അറ്റാദായം. ഒരു സംസ്ഥാനത്ത് കിട്ടുന്ന അറ്റാദായം എന്ത് ചെയ്യണം? ടാക്സ് ആയിട്ട്, ഡ്യൂട്ടി ആയിട്ട്, ടോൾ ആയിട്ട്, ഫീസ് ആയിട്ട് ഇതൊക്കെ കിട്ടുന്നില്ലേ? അതിന്റെ എല്ലാം വിഹിതം സംസ്ഥാനം ലോക്കൽ ബോഡീസിന് നൽകിയിരിക്കണം. നേരത്തെ അവിടെ പഠിച്ച എന്താണ്? കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കണം എന്ന് പറഞ്ഞ പോലെ ഇവിടെ സംസ്ഥാനം ലോക്കൽ ബോഡീസിന് അതിന്റെ വിഹിതം നൽകിയിരിക്കണം. അടുത്ത് നോക്കൂ, ഡിറ്റർമൈൻസ് വിച്ച് ടാക്സ്, ഡ്യൂട്ടീസ്, ടോൾസ് ആൻഡ് ഫീസ് ക്യാൻ ബി അസൈൻഡ് ടു ഓർ അപ്രോപ്രിയേറ്റഡ് ബൈ ലോക്കൽ ബോഡി. ഏതൊക്കെ ടാക്സ് ആണ്, ഡ്യൂട്ടി ആണ്, ടോൾ ആണ്, ഫീ ആണ് ഓരോ ലോക്കൽ ബോഡിക്ക് നൽകേണ്ടതെന്ന് സ്പെസിഫൈ ചെയ്യുന്നു. ഓരോന്നിനും അപ്രോപ്രിയേറ്റ് ചെയ്തു കൊടുക്കേണ്ടത് ഏതൊക്കെ. ഇവിടെ പൊതുവെ പറയുന്നതേ ഉള്ളൂ, ഇതെല്ലാം ഒന്ന് വിതരണം ചെയ്യണം. ഇത് ഏതൊക്കെ ഡ്യൂട്ടിയും ഏതൊക്കെ ടാക്സും ഒക്കെയാണ് ഏതൊക്കെ ലോക്കൽ ബോഡിക്ക് നൽകണമെന്ന് വ്യക്തമായി ശുപാർശ ചെയ്യുന്നു. ക്ലിയർ ആയോ? റെക്കമെൻഡ്സ് ഗ്രാന്റ്സ് ഇൻ എയ്ഡ് ഫ്രം ദി സ്റ്റേറ്റ് കൺസോളിഡേറ്റഡ് ഫണ്ട് ടു ലോക്കൽ ബോഡീസ്. നോക്കൂ, ഗ്രാന്റ്, ഒരുപാട് കാര്യങ്ങൾക്ക് ഗ്രാന്റുകൾ കൊടുക്കാറുണ്ട്. നിങ്ങൾക്കറിയാം, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡീസ് പ്രവർത്തിക്കുന്നത് തന്നെ നമ്മുടെ സർക്കാരിന്റെ ഗ്രാന്റുകൾ കൊണ്ടാണ്. അല്ലാതെ അതിന് പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ല. ഒരു ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡിയുടെ വരുമാനം എന്നൊക്കെ പറയുന്നത് നമ്മളിൽ നിന്ന് വാങ്ങിക്കുന്ന ചെറിയ ചെറിയ ടാക്സുകൾ ഏതാണ്? ബിൽഡിംഗ് ടാക്സ്, അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ് ടാക്സ്, ഇങ്ങനെയൊക്കെയുള്ള തൊഴിൽ നികുതി, കെട്ടിട നികുതി, ഇങ്ങനെയൊക്കെ ചെറിയ കാര്യങ്ങള്, പിന്നെ എന്റർടൈൻമെന്റ് ടാക്സ്, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ വരുമാനങ്ങളിൽ നിന്ന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പൊ ഗ്രാന്റുകൾ നൽകണം. നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന്, സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ഗ്രാന്റുകൾ നൽകണം. അതെങ്ങനെയാണ് നൽകേണ്ടതെന്ന് ശുപാർശ ചെയ്യുന്നത് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനാണ്. സജസ്റ്റ് മെഷേഴ്സ് ടു ഇംപ്രൂവ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഒരു സംസ്ഥാനത്തിനുള്ളിലെ, അതായത് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഈ സാമ്പത്തിക മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എങ്ങനെ മെച്ചപ്പെടുത്തണം, മനസ്സിലാവുന്നല്ലോ. അതായത് ഒരു സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എങ്ങനെ മെച്ചപ്പെടുത്താമെന്നും ശുപാർശ ചെയ്യുന്നത് ആരാണ്? സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനാണ്. ഇനി അതിന്റെ പ്രൊസീജിയറൽ ഡീറ്റെയിൽസ് നോക്കാം. സെലക്ഷൻ പ്രോസസ് എങ്ങനെ നോക്കാം.
the measures for the qualification and election process of members of State Finance Commission are determined by the legislator of the state law. നമ്മൾ നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? അവിടെ സെൻട്രൽ ഫിനാൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു അംഗങ്ങളുടെ യോഗ്യതയും മറ്റു കാര്യങ്ങളും ഒക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത് പാർലമെന്റ് ആണെന്ന് പറഞ്ഞതുപോലെ ഇവിടെ മെഷേഴ്സ് ഫോർ ക്വാളിഫിക്കേഷൻ ആൻഡ് സെലക്ഷൻ പ്രോസസ് ഓഫ് മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ആർ ഡിറ്റർമൈൻഡ് ബൈ ദി സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഓഫ് ദി സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ബൈ ലോ. നമ്മുടെ സംസ്ഥാന നിയമനിർമ്മാണ സഭ നിയമം പാസാക്കിക്കൊണ്ടാണ് ഈ സംസ്ഥാനത്തെ ധനകാര്യ കമ്മീഷനിലെ അംഗങ്ങളെ തെരഞ്ഞെടുപ്പ്, അവരുടെ യോഗ്യത തുടങ്ങിയ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. റിപ്പോർട്ട് സബ്മിഷൻ നമ്മൾ പറഞ്ഞു. സെൻട്രൽ ഫിനാൻസ് കമ്മീഷൻ സബ്മിറ്റ്സ് ഇറ്റ്സ് ആനുവൽ റിപ്പോർട്ട് ടു ദി പ്രസിഡന്റ് എന്ന് പറഞ്ഞു. ഇവിടെ നോക്കൂ, ദി സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ സബ്മിറ്റ്സ് റിപ്പോർട്ട് ടു ദി ഗവർണർ. അവിടെ പഠിച്ചതുപോലെ തന്നെ അവിടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞു, ഇവിടെ സംസ്ഥാന ഗവർണർക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. ഇനി ആ പ്രസന്റേഷൻ നമുക്ക് നോക്കാം. നോക്കൂ, the governor presents it to the state legislature along with an explanatory memorandum. അതായത് ശ്രദ്ധിക്കണം, അതിന്റെ പ്രൊസീജിയർ ഇങ്ങനെയാണ്. സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ സബ്മിറ്റ്സ് ഇറ്റ്സ് ആനുവൽ റിപ്പോർട്ട് ടു ദി ഗവർണർ. ഗവർണർ എന്ത് ചെയ്യും? നമ്മൾ നേരത്തെ അവിടെ പഠിച്ച എന്താണ്? പ്രസിഡന്റിന് റിപ്പോർട്ട് സമർപ്പിക്കും. പ്രസിഡന്റ് എന്ത് ചെയ്യുന്നു പറഞ്ഞു? പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ ഇവിടെയും ഗവർണർക്ക് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ഗവർണർ പ്രസൻസ് ഇറ്റ് ടു ദി സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എലോങ് വിത്ത് ആൻ എക്സ്പ്ലനേറ്ററി മെമ്മോറാണ്ടം. അതായത് ഗവർണർക്ക് കിട്ടുന്ന സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷണറുടെ ശുപാർശയിൽ എന്ത് നടപടികൾ എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എക്സ്പ്ലനേറ്ററി നോട്ടോടുകൂടി ഗവർണർ ഇത് നിയമസഭയ്ക്ക് സമർപ്പിക്കും. അതിലൊരു എക്സ്പ്ലനേറ്ററി നോട്ട് കൂടി കാണും. അതായത് തനിക്ക് കിട്ടിയ ഈ റിപ്പോർട്ടിന്മേൽ എന്ത് നടപടികൾ എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട്. നോക്കൂ, ഫസ്റ്റ് ഇൻഫോർമേഷൻ. അപ്പൊ ഇത് പ്രസന്റേഷൻ ഇവിടെ നിന്നോട്ടെ. എന്താ നമ്മൾ പറഞ്ഞത്? സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ സബ്മിറ്റ്സ് റിപ്പോർട്ട് ടു ദി ഗവർണർ. ഗവർണർ submits to state legislative assembly. Governor present the report to the state legislature along with an explanatory memorandum. Then ഇനി ആദ്യമായിട്ട് കേരളത്തില് ഫിനാൻസ് കമ്മീഷൻ നിലവിൽ വന്ന കാര്യമാണ് പറയുന്നത്. വെരി ഇമ്പോർട്ടന്റ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഫിനാൻസ് കമ്മീഷൻ നിലവിൽ വന്നതെന്ന്, ഒന്നാം ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത് KC നിയോഗിയുടെ അധ്യക്ഷതയിൽ നമ്മൾ പഠിച്ചതാണല്ലോ. 1951 നവംബർ 22. ഓർമ്മയുണ്ടോ? 1951 നവംബർ 22 ഇന്ത്യയുടെ ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നതെങ്കിൽ ദി കേരള സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ വാസ് ഫസ്റ്റ് ഫോംഡ് ഓൺ April 23, 1994. ഈ ഡേറ്റിന്റെ പ്രത്യേകത എന്താണ്? 1994 ഏപ്രിൽ 23 കേരള പഞ്ചായത്ത് രാജ് ആക്ട് വാസ് പാസ്ഡ്. ഇൻ 1949 ഏപ്രിൽ 1994 ഏപ്രിൽ 23 കേരള പഞ്ചായത്ത് രാജ് ആക്ട് പാസ്സാക്കിയത് 1994 ഏപ്രിൽ 23 കേരള പഞ്ചായത്ത് രാജ് ആക്ട് ആണ്. ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് ആക്ട് പാസ്സാക്കിയത് 1992 നിലവിൽ വന്നത് 1993 ഏപ്രിൽ 24 എന്നാൽ 1994 ഏപ്രിൽ 23 കേരള പഞ്ചായത്ത് രാജ് ആക്ട് പാസ്സാക്കി. ക്ലിയർ ആവുന്നുണ്ടോ? പഞ്ചായത്ത് രാജ് പഠിച്ചപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ പഠിച്ചത് ഓർമ്മയുണ്ടോ? ഇത് നിലവിലെ ആക്ട് ആണ്. എന്നാൽ കേരളത്തിൽ ആദ്യമായിട്ടൊരു പഞ്ചായത്ത് ആക്ട് പാസ്സാക്കിയത് 1960 1962 ജാനുവരി 1 അത് നിലവിൽ വന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതൊക്കെ പോയി. ഇപ്പോഴത്തെ ആക്ട് എന്ന് പറയുന്നത് 1994 1994 ഏപ്രിൽ 23 പാസ്സാക്കിയ ആക്ട് ആണ്. അതാണ് കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് രാജ്, കേരളത്തിലെ ശരിക്ക് ഫോർമലി നിലവിൽ വരുന്ന ഒരു പഞ്ചായത്ത് രാജ് ആക്ട്. അങ്ങനെയാണ് നേരത്തെ ഒരു ആക്ട് ഉണ്ടായത് നമ്മൾ പറഞ്ഞുവെങ്കിൽ ഈ ആക്ടിലൂടെയാണ് കേരളത്തില് ഈ ആക്ട് പാസ്സാക്കിയ അതേ ദിവസം തന്നെയാണ് കേരളത്തില് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ നിലവിൽ വന്നത്. അപ്പൊ കേരള പഞ്ചായത്ത് രാജ് ആക്ട് പാസ്സാക്കിയ ദിവസം നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ടെങ്കിൽ ആ ദിവസം തന്നെയാണ് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനും നിലവിൽ വന്നത്. 1994 ഏപ്രിൽ 23. മറക്കരുത്. ഫസ്റ്റ് കേരള ഫിനാൻസ് കമ്മീഷൻ വാസ് ഫോംഡ്
ഓൺ April 23, 1994. അപ്പൊ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് ചെയർമാൻ ഓഫ് കേരള സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ പരീക്ഷയ്ക്ക് ചോദിക്കും, PM എബ്രഹാം. കറണ്ട് ചെയർമാൻ നമ്മൾ നേരത്തെ പറഞ്ഞു പ്രൊഫസർ KN ഹരിലാൽ. ഈ രണ്ട് ചോദ്യങ്ങൾ ഇപ്പൊ തന്നെ ബൈഹാർട്ട് ആക്കി വെച്ചോളൂ. ഇത് രണ്ടുമാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. എങ്ങനെയാ ചോദ്യം വരുന്നത്? ഫസ്റ്റ് ചെയർമാൻ ഓഫ് കേരള സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ PM എബ്രഹാം. സെക്കൻഡ് ചെയർമാൻ ആരാണ്? സെക്കൻഡ് ചെയർമാനിലേക്ക് വരാം. കറണ്ട് ചെയർമാൻ പ്രൊഫസർ KN ഹരിലാൽ. എത്രാമത്തെയാണ് അദ്ദേഹം? നമ്മൾ പറഞ്ഞല്ലോ 7ാം ധനകാര്യ കമ്മീഷനാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ ഒരു ചോദ്യം വരും, താഴെ പറയുന്നവരിൽ കേരളത്തിന്റെ ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ പദവി വഹിച്ചിട്ടില്ലാത്തവരാര്? 7 പേരല്ലേ ഉള്ളൂ. അപ്പൊ 7 പേരെ പേരൊന്ന് 5-6 തവണ വായിച്ചു വെച്ചിരുന്നാൽ നിങ്ങൾക്ക് ആ തെറ്റ് സംഭവിക്കൂല. നോക്കാം. 1ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഇപ്പൊ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, PM എബ്രഹാം. 2ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ കേരളത്തിന്റെയാണ്, ഡോക്ടർ പ്രഭാത് പട്നായിക് ആണ്. ഡോക്ടർ പ്രഭാത് പട്നായിക് സെക്കൻഡ് ചെയർമാൻ ഓഫ് ഫിനാൻസ് കമ്മീഷൻ ഓഫ് കേരള. തേർഡ് ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാൻ KV രവീന്ദ്രൻ നായർ. രവീന്ദ്രൻ നായരാണ് 3ാമത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. നോക്കൂ, 4ാം ധനകാര്യ കമ്മീഷൻ ഫോർത്ത് ഫിനാൻസ് കമ്മീഷൻ ഓഫ് കേരള ചെയർമാൻ പ്രൊഫസർ MA ഉമ്മൻ ആണ്. പ്രൊഫസർ MA ഉമ്മൻ. അടുത്ത് നോക്കാം, 5ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ഡോക്ടർ BA പ്രകാശ്. ഡോക്ടർ BA പ്രകാശ്, പ്രൊഫസർ BA പ്രകാശ് എന്ന് പറഞ്ഞാലും തെറ്റില്ല. അടുത്ത് നോക്കൂ, 6ാം ധനകാര്യ കമ്മീഷൻ SM വിജയാനന്ദ് ആണ്. SM വിജയാനന്ദ്, MS അല്ല, SM വിജയാനന്ദ്. തിരിച്ചിട്ടോളെ, പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. 7ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ പ്രൊഫസർ KN ഹരിലാൽ ആണ്. നിലവിലുള്ള KM ഹരിലാൽ. ഈ 7 പേരെ പേരുകൂടി ഒന്ന് ഓർത്തു വെച്ചോളൂ. ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കാം. ഫസ്റ്റ് ചെയർമാൻ PA എബ്രഹാം. ഇത് രണ്ടും ആണ് നിങ്ങൾ മനസ്സിൽ പതിപ്പിച്ചു വെക്കേണ്ടത്. ബാക്കി ഒന്ന് വായിച്ചങ്ങ് വിട്ടിരുന്നാൽ മതി. ഇത് രണ്ടുമാണ് ചോദിക്കുന്ന പരീക്ഷയ്ക്ക്. കറണ്ട് ചെയർമാൻ ഓഫ് കേരള സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ പ്രൊഫസർ KN ഹരിലാൽ. ഫസ്റ്റ് ചെയർമാൻ PM എബ്രഹാം. ഫസ്റ്റ് ചെയർമാൻ PM എബ്രഹാം. സെക്കൻഡ് ചെയർമാൻ ഡോക്ടർ പ്രഭാത് പട്നായിക്. തേർഡ് ചെയർമാൻ KB രവീന്ദ്രൻ നായർ. ഫോർത്ത് ചെയർമാൻ MA ഉമ്മൻ. ഫിഫ്ത്ത് ചെയർമാൻ നമുക്ക് നോക്കാം ആരാണ്? BA പ്രകാശ്. സിക്സ്ത് ചെയർമാൻ SM വിജയാനന്ദ്. ദെൻ സെവന്ത് ചെയർമാൻ പ്രൊഫസർ KN ഹരിലാൽ. ക്ലിയർ അല്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, കേരള ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രത്യേകിച്ച് കൂടുതൽ ഒന്നും പറയാനില്ല. ഈ പേരുകൾ, ആ ഡേറ്റ് നമ്മൾ പറഞ്ഞതൊക്കെ ഒന്ന് ഓർത്തു വെച്ചുകൊള്ളുക. ആ ആർട്ടിക്കിൾ ഓർത്തുകൊള്ളുക. 243I. ഇനി കമ്പൈൻഡ് ആയിട്ടാണ് വരുന്നതെങ്കിൽ 243I ആൻഡ് 243Y എന്ന് പറയുന്നതിലും തെറ്റില്ല. പക്ഷെ നമ്മൾ രണ്ടും കൂടെ ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. 2 ആർട്ടിക്കിളുകളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും കേരളത്തിൽ ഒറ്റ കോമൺ ആയിട്ടുള്ള പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റിക്കും വേണ്ടി കോമൺ ആയിട്ടൊരു കമ്മീഷനാണ് നിലവിൽ വന്നത്. പഞ്ചായത്ത് രാജ് ആക്ടിന്റെയും ഭരണഘടനയുടെയും പ്രൊവിഷൻസ് പ്രകാരം നമ്മൾ ഒരു കോമൺ ആയിട്ടുള്ള ഒരു കമ്മീഷനാണ് സംസ്ഥാന തലത്തിൽ നിലവിൽ വന്നിട്ടുള്ളത്. ഇത്രയും ഭംഗിയായിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പോ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനും ഇവിടെ അവസാനിക്കുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ചോദ്യങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ക്ലാസ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഗുഡ് ബൈ.